ഈ പേര് പുറത്തു വന്നെന്ന് പറയണത് എങ്ങനെയാണ് പുറത്തു വന്നതെന്നൊന്ന് വ്യക്തമാക്കാമോ? താങ്ക് യു സോ മച്ച് ഫിലിം ചേംബർ. ഞാൻ പറയാണ്, ഇവരാണ് എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ പേരോ ഈ സിനിമയുടെ പേരോ പുറത്ത് പറയില്ല എന്ന് വ്യക്തമായ നിലപാടിൽ ഉറച്ചു നിന്നൊരു ടീമാണ് ഈ ഫിലിം ചേംബറിലെ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന ആൾ. ആൻഡ് ആ സാറിന്റെ വായനാണോ ഇത് വന്നിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട 3-4 പേർ നിരന്തരം ധൈര്യമൊക്കെ പകർന്ന ശേഷമാണ് വിൻസി പേര് പറയാൻ തയ്യാറായത്. വിൻസി ഈ സിനിമയെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഈ കൊടുത്ത പരാതിക്ക് അതെ ഡെഫിനറ്റ്ലി ഞാൻ അത്രയും ഒരു 100 വട്ടം ഈ എന്നോട് സംസാരിക്കുന്ന ഓരോ സംഘടനകളുടെ അടുത്തും ഓരോ വ്യക്തികളുടെ അടുത്തും ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തിയുടെ പേര്, ഇദ്ദേഹത്തിന്റെ പേരോ ഈ സിനിമയുടെ പേരോ ഒരു കാരണവശാലും മാധ്യമത്തിനോ പൊതുസമൂഹത്തിനോ മുന്നിൽ പരാമർശിക്കരുത്. എന്നിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധം? ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ ഞാൻ പരാതി സമർപ്പിച്ചത് എന്നുള്ളൊരു കുറ്റബോധമാണ് ഇപ്പൊ എനിക്കുള്ളത്. ആദ്യം നമുക്കും തോന്നിയ സംശയമാണ് ഇത്. അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ ആ പേര് തങ്ങളെ അറിയിക്കുകയാണെങ്കിൽ, തങ്ങളെ രഹസ്യമായി അറിയിക്കുകയാണെങ്കിൽ നടപടിയെടുക്കുമെന്ന് ഇന്നലെ ഷെയ്ൻ ഷെർത്തലേക്കയുടെ പ്രതികരണമൊക്കെ വന്നാണ്. അപ്പൊ ആ സ്ഥിതിക്ക് ഇതിങ്ങനെ ഈ പരാതി എങ്ങനെ പരസ്യപ്പെട്ടു എന്ന അതാണ് മാന്യത. അതെയാണ് വാക്കിന്റെ നിലപാട് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കേൾക്കാം ഒരു പരാതി സമർപ്പിക്കുമ്പോൾ ആ പരാതിക്കാരുടെ അല്ലെങ്കിൽ സിനിമാക്കാരുടെയോ ഒരു വിവരവും പുറത്തു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഒരു ഫിലിം ചേംബറിന്റെ, മലയാള സിനിമയുടെ ഫിലിം ചേംബറിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആള് നമ്മളെ കബളിപ്പിച്ച പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് വ്യക്തമായി ഞാൻ തുറന്നടിച്ച് പറയുന്നു. കാരണം അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞാൻ പരാതി നൽകാനേ തീരുമാനമുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ വീഡിയോ ഇട്ട് എനിക്ക് പറയാനുള്ളത് പറയാൻ മാത്രമായിരുന്നു എൻ്റെ തീരുമാനം. ആൻഡ് ഇദ്ദേഹം കണക്ട് ചെയ്ത് പരാതി നൽകണം. ഞങ്ങൾ ഈ ഒരു പരാതിയുടെ പ്രൈവസി അല്ലെങ്കിൽ സീക്രസി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് വാക്ക് തന്നതുകൊണ്ട് മാത്രമാണെങ്കിൽ പരാതി കൊടുക്കാം എന്നുപോലും ഞാൻ ചിന്തിച്ചത്. അവർക്ക് നടപടി എടുക്കണം, അങ്ങനെ നടപടി എടുത്താലേ ഇയാളെ പോലുള്ളവർ പുറത്താവുള്ളൂ എന്നൊക്കെ ഭയങ്കര വർത്തമാനമായിരുന്നു. പ്രതികരണത്തിൽ വിൻസി പറഞ്ഞത്, വിൻസി ഇപ്പോഴും ഒഫീഷ്യലായിട്ട് പരാതി നൽകുമോ, പോലീസിന് പരാതി നൽകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങളുടേതായ രീതിയിൽ തിങ്കളാഴ്ച നിങ്ങൾ കണ്ടോളൂ, ശക്തമായ നടപടി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കടുത്ത നിലപാടെടുക്കാൻ പോകുന്നു, ഞങ്ങളൊരു തീരുമാനമെടുത്താൽ ഇന്ത്യയിലെ മുഴുവൻ സിനിമാ സംഘടനകളൊക്കെ അതനുസരിക്കുമെന്ന് എന്നോട് പറയുകയുണ്ടായി. ഞാൻ വ്യക്തമായി പറയുന്നു, പരാതി പിൻവലിക്കാൻ തയ്യാറാണ്. പെർട്ടിക്കുലർലി ടു ദാറ്റ് ഫിലിം ചേംബറിന് ഞാൻ സമർപ്പിച്ചിട്ടുള്ള പരാതി അയാൾ പറഞ്ഞ് ബാക്കി 2 സംഘടനകൾക്ക് ഞാൻ അയച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനും അതുപോലെ തന്നെ അമ്മയ്ക്കും. ദി സ്പെസിഫിക് IC മോണിറ്ററിങ്ങിന് അയച്ചിട്ടുള്ള പരാതി പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അദ്ദേഹത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഐ എം ഡെഫിനറ്റ്ലി സേയിങ്. വിൻസി ആർക്കൊക്കെ പരാതി കൊടുത്തോ അവരോടൊക്കെ ഈ നടന്റെ പേര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയിൽ രേഖാമൂലം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വിൻസി പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് വരെ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ പരാതിയുടെ മുകളിൽ ഉണ്ടായിട്ടുള്ളത്? സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാനൊരു വീഡിയോ ഇടുന്നത് വരെ ഒരു പോസ്റ്റ് ഇറങ്ങിയിരുന്നു ലഹരിയുടെ. ആ പോസ്റ്റ് കാരണമാണ്. അപ്പോഴൊന്നും ആരും എന്നെ കോണ്ടാക്ട് ചെയ്യുക ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പോസ്റ്റ് ഇറങ്ങി എപ്പോഴാണ് എല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയത്. കൃത്യമായി ഈ 3 സംഘടനകൾക്ക് ഏതൊക്കെ സമയത്താണ് വിൻസി പരാതി നൽകിയത്? ഇന്നലെയായിരുന്നോ? എല്ലാവർക്കും ഒരേ സമയത്തായിരുന്നു, ഇന്നലെ രാത്രി. എന്തായാലും മറ്റു 2 സംഘടനകളും അങ്ങനെ പേരൊന്നും ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഫിലിം ചേംബറിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് കേട്ടോ. അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അവരെ ഞാൻ ഐ ട്രൂലി റെസ്പെക്ട്. ആ 2 സംഘടനകളെയും ഐ ട്രൂലി റെസ്പെക്ട്. പക്ഷെ ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പുറത്ത് പറയൂ, ഞാൻ അങ്ങനെ ഈ പേരൊക്കെ ഞാൻ പുറത്ത് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടില്ല, എനിക്ക് മീഡിയാസ് പറഞ്ഞ അറിവാണുള്ളത്. ആൻഡ് പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വളരെ മോശമായിട്ടുള്ള വളരെ മോശമായി പോയി. കബളിപ്പിക്കലാണ് ചെയ്തത്. പുറത്ത് പറയില്ല എന്ന് അത്രയും വാക്ക് തന്നിട്ട് മോശമായി പോയി. അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒന്ന് പറയണമായിരുന്നു, പേര് പുറത്ത് പറയാൻ പോവുകയാണെന്ന്. അറ്റ്ലീസ്റ്റ്
ോടെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യണമായിരുന്നു. വളരെ മോശമായി പോയി അങ്ങനെ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ, വിൻസിയുടേതായിട്ടുള്ള വീഡിയോ പുറത്തു വരുന്നു. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിനെ കുറിച്ച്, വ്യക്തിയുടെ പേര്, സിനിമ സെറ്റ്, ഏത് സിനിമ എന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, തനിക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് വിൻസി സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനത്തോട്, അത് പബ്ലിക്കായിട്ട് അത് പറയുന്നു. അത് കഴിഞ്ഞ് അപ്പോഴും പക്ഷെ പരാതി കൊടുത്തിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫ്രറ്റേണിറ്റിയിൽ നിന്ന്, നിങ്ങളുടെ സിനിമാ സമൂഹത്തിൽ നിന്ന്, സംഘടനകളിൽ നിന്ന് ആരെങ്കിലും ഇത് എന്താണ് ഏതാണ് എന്നുള്ളത് അറിയാനോ അത് പരിഹരിക്കാനോ ഉള്ള ശ്രമം നടത്തിയിരുന്നോ ഈ പരാതി കൊടുക്കും വരെ? പരാതി ആക്ച്വലി ഇന്നലെ രാത്രിയാണ് കൊടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് പരാതി കൊടുക്കും വരെ എന്നെ കോണ്ടാക്ട് ചെയ്തവർ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം നിലപാടില്ലായ്മ കാണിച്ച ഈ ഫിലിം ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയും സജിത മഠത്തിൽ മാം ആൻഡ് റാണി മാം ആൻഡ് സുരേഷ് കുമാർ സർ, ബി ഉണ്ണികൃഷ്ണൻ സർ, അമ്മയുടെ ഭാരവാഹികളായിട്ടുള്ള ബാബുരാജ് സർ, ജയൻ സർ, വിരുമോഹൻ സർ, അൻസിബ ആൻഡ് ടിനിട്ടോ സർ, ഇത്രയും പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആൻഡ് എൻ്റെ സിനിമാ മേഖലയിൽ നിന്നും എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഉണ്ണിലാലു സർ, ജാനോ ഖാലിദ്, അങ്ങനെ കുറച്ച് പേര്, അല്ലാതെ വൈഡർ വേറെ ആൾക്കാരൊന്നും അന്വേഷിക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല. വിൻസി, ഇത് ഈ സിനിമ ഫ്രറ്റേണിറ്റിയിലെ അല്ലെങ്കിൽ ഈ സംഘടനകൾക്ക് ഒരു ഔദ്യോഗികമായി ഒരു പരാതി നൽകുക എന്നതിനപ്പുറം നിയമപരമായ ഒരു പരാതിയിലേക്ക് പോകണമെന്ന് വിൻസി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇനി ആലോചിക്കുന്നുണ്ടോ? ഇല്ല, നിയമപരമായിട്ട് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഈ സംഘടനാപരമായിട്ട് തന്നെ പോയിട്ട് തന്നെ ഐ എം വെരി ഡിസപ്പോയിൻറ്റഡ് ബിക്കോസ് ഹൂ ഗേവ് ദ റൈറ്റ്സ് ടു ദാറ്റ് പേഴ്സൺ ടു സേ ദ നെയിം ആൻഡ് പുള്ളിക്കാരൻ്റെ നെയിം, അതുപോലെ സിനിമയുടെ നെയിം. അദ്ദേഹം ഒരു സിനിമയുടെ ഭാഗമല്ലേ. ഇതേ നടൻ്റെ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ നടൻ്റെ പേരിൽ റിലീസാവാൻ ഒരുങ്ങുന്ന സിനിമകൾക്കുണ്ടാവുന്ന ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് ആ വാക്കെങ്കിലും പാലിക്കാമായിരുന്നു. അദ്ദേഹം നടൻ്റെ പേര് ഊഹിക്കാതിരിക്കെ ഉറപ്പുവരുത്തി, അത് മീഡിയകളുടെയും അവരുടെയൊക്കെ ജോലിയാണ്, അല്ലെങ്കിൽ ആളുകളുടെ ജോലിയാണ്, അതവർ ചെയ്യട്ടെ. പക്ഷെ വിശ്വാസം അർപ്പിച്ച ഒരാളുടെ അടുക്ക് അത് ഞാൻ പറഞ്ഞിട്ട് ഐ ഫീലിംഗ് വെരി ഡിസപ്പോയിൻറ്റഡ്. മോശമായിപ്പോയി. അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. വിൻസി പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പ്രതികരണത്തിനിടയിൽ അദ്ദേഹവും പറഞ്ഞത്. അതായത് വിൻസി ആ സിനിമയെക്കുറിച്ച് വളരെ കൺസേൺ ആയിരുന്നു. ആ സിനിമയ്ക്കോ ഒരു തരത്തിലും ആ സിനിമയുടെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രോജക്റ്റുകൾക്കോ ഒരു തരത്തിലും പ്രശ്നങ്ങൾ നടന്റെ പേരും അദ്ദേഹം പറഞ്ഞില്ലേ? അതെ. എന്നിട്ട് സിനിമയുടെ പേരും ആ നടന്റെ പേരും അദ്ദേഹം പറഞ്ഞില്ലേ? സിനിമയുടെ പേര് കൃത്യമായി പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ പ്രോജക്റ്റ് ഈ സിനിമ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സിനിമയ്ക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ നടന്റെ പേരും സിനിമയുടെ പേരും ഒന്നും പറയാതെ, പ്രത്യേകിച്ച് നടന്റെ പേര് പറയാതെ ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വിൻസി ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? ഈ കാര്യത്തിൽ എന്ത് പരിഹാരമാണ് വിൻസി ഉദ്ദേശിച്ചിരുന്നത്? വിൻസി കേൾക്കാമോ? വിൻസി കേൾക്കാമോ? വിൻസി ഉദ്ദേശിച്ചത് ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വിൻസി നടത്തുമ്പോൾ വിൻസിയുടെ മനസ്സിൽ ഇത് ഏത് രീതിയിൽ ആളുകളിലേക്ക് എത്തും, എന്ത് പരിഹാരം സാധ്യമാകും, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നു? അതായത് ഈ ആരാണ് വ്യക്തി, നടൻ ആരാണെന്നൊന്നും പറയുന്നില്ല, ഒരു വ്യക്തിക്കെതിരെ പരാതി പറയുന്നില്ല. ആ പരാതി പറയാതെ ഈ പ്രശ്നം പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വിൻസി ഇതിനകത്ത് എന്ത് തരത്തിലുള്ള പരിഹാരമാണ് ഉദ്ദേശിച്ചിരുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പൊതുസമൂഹത്തിന് ഇട്ടുകൊടുത്ത് പൊതുസമൂഹം അയാളെ കണ്ടുപിടിച്ച് സിനിമയെ നന്നാക്കുക എന്നുള്ളതായിരുന്നില്ല. എൻ്റെ ഉദ്ദേശം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബോധമില്ലാതെ കമൻസ് ഇടുന്ന കുറേ പേരുണ്ട്. അതായത് ഒരാൾ ലഹരിക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ബോധമുള്ള ഓഡിയൻസ് എന്താ ചെയ്യണ്ടേ? അതിനെ സപ്പോർട്ട് ചെയ്യണം. അതല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാനും കളിയാക്കാനും നിൽക്കുന്നത് എത്ര ബോധമില്ലായ്മ തരമാണ് എന്ന് ആളുകൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ നടനെ വ്യക്തമാക്കി നടനെ കുരിശിലേറ്റി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യമായിട്ട് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ കാര്യം അറിയിക്കുമ്പോൾ
വിൻസി ഇങ്ങനെ ഒരു കാര്യം വിൻസി പറയുമ്പോൾ പുകമറയിൽ നിർത്തരുത്, പലരിലേക്കും സംശയങ്ങൾ പോകുമെന്നൊക്കെയാണ് ചില വിമർശനങ്ങൾ വരുന്നത്. അതുകൂടി വിൻസി കണക്കിലെടുത്തിരുന്നു. പുകമറയും സംശയങ്ങൾ പല രീതിയിൽ പൊക്കോട്ടെ, ധൈര്യമുള്ള ഇത് ഉപയോഗിക്കില്ല എന്ന് ധൈര്യമുള്ള നടന്മാർക്ക് ഒരു പേടിയും കാണില്ല. മനസ്സിലായോ? ഞാൻ എന്ത് പറഞ്ഞാലും അവരുടെ രോമത്തെ പോലും തൊടത്തില്ല. പിന്നെ ആർക്കാണ് ഈ വേവലാതി? ആളുകൾക്കോ? വിൻസി ഈ കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തു, പ്രത്യേകിച്ച് ഈ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ. ആ കാര്യത്തിൽ സിനിമാ സെറ്റിൽ ഉണ്ടായ സ്വന്തം തൊഴിലിടത്തിൽ ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പരിശോധിച്ചാൽ സമൂഹത്തിൽ ഈ ലഹരി ഉപയോഗം കൂടി വരികയാണ്. സിനിമയിൽ അല്ലെങ്കിൽ സിനിമാ സെറ്റുകളിലും ഒക്കെ ഇതിന്റെ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഈ ലഹരി ഉപയോഗം ഒരു അന്തസ്സോടെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്നുള്ള തോന്നൽ ശക്തമായി ഇപ്പോഴും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അതാണല്ലോ എനിക്കുണ്ടായ പ്രശ്നം. അന്തസ് അല്ലെങ്കിൽ ഒരു അഭിനേതാവിന്റെ മാനം ചോദ്യം ചെയ്യപ്പെട്ടതാണ് ആ സിനിമയിലുണ്ടായ എനിക്ക് പ്രശ്നം. സിനിമേനെ ഞാൻ ഒരിക്കലും പറയില്ല, അത് അവരെന്നെ ഡീൽ ചെയ്ത രീതി അത്രയ്ക്കും ഐ എം താങ്ക്ഫുൾ ടു ദം. അത്രയ്ക്കും നല്ല രീതിയിൽ ഡീൽ ചെയ്തതായിരുന്നു. അവർക്ക് ഇങ്ങേരെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥ മാത്രമാണ് ഞാൻ അവിടെ കണ്ടത്. ബാക്കിയെല്ലാം ദ വർ പിൻ പോയിന്റ് പെർഫെക്റ്റ്. സോ യാ. വിൻസി ഇപ്പോൾ ആ സിനിമയിൽ IC ഉണ്ടാവുകയും അതിൽ വിൻസി ഇക്കാര്യം അറിയിക്കുകയും അവർക്ക് വിൻസി പറഞ്ഞ കാര്യമാണ്, ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരാളെ പെട്ടെന്ന് ഒഴിവാക്കിയാൽ ആ പ്രോജക്റ്റ് അനുഭവിക്കുന്ന പ്രതിസന്ധിയൊക്കെ. അതിപ്പോൾ എല്ലാവരും കണക്കിലെടുക്കും. സാരമില്ല പോട്ടെ എന്ന് ചിലപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾ പോലും ചിലപ്പോൾ ചിന്തിച്ചു പോകും. അതൊന്നും സ്വാഭാവികമാണ്. അപ്പോൾ ആ സിനിമയുടെ ഭാഗത്ത് ഈ ICO അല്ലെങ്കിൽ അതിൻ്റെ ആളുകളൊക്കെ ഏത് രീതിയിലാണ് വിൻസിക്ക് പിന്തുണയായിട്ടുണ്ടായത്? തുടർന്ന് അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അവർ പറഞ്ഞത്? ICയുടെ ഭാഗമായിട്ട് സിനിമയുടെ IC ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമയുടെ IC നല്ല രീതിയിൽ എന്നെ പിന്തുണച്ചിരുന്നു. മെമ്പർ വന്നിട്ട് എനിക്ക് പരാതി ഉണ്ടോ എന്ന് കൃത്യമായി ചോദിച്ചറിഞ്ഞതുമാണ്. എൻ്റെ കാരവനിൽ വരികയും ഷീ ഫെൽറ്റ് സോറി ഫോർ മീ ആൻഡ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്നോട് മാപ്പ് ചോദിക്കുകയും സിനിമയുടെ പേരിൽ എന്നോട് മാപ്പ് ചോദിക്കുകയും പരാതിപ്പെടണം, എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ വ്യക്തമായി പറഞ്ഞോളൂ എന്ന് പറഞ്ഞതാണ്. പിന്നെ എനിക്ക് ഈ സിനിമയുടെ ഇത്രയും നല്ല രീതിയിൽ എന്നെ ഡീൽ ചെയ്യുന്ന ഒരു മൂവി സെറ്റ് ആളുകൾ, അവർക്ക് ഇയാൾ ഒറ്റൊരാളുടെ പേരിൽ ഒരു പരാതിപ്പെട്ടാൽ പിന്നെ അതിൻ്റെ അന്വേഷണങ്ങൾ ബാക്കി അങ്ങനെയൊക്കെ വെച്ചിട്ട് ഈ ഒരു സിനിമയുടെ ജേണി, ഒരു യാത്ര മുടങ്ങി പോകരുതെന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആണ് ഞാൻ പരാതിപ്പെടാതിരുന്നത്. വിൻസി അതൊന്നുകൂടി ചോദിക്കാൻ കാരണം ചില വന്ന പ്രതികരണങ്ങളിൽ പറയുന്ന ഈ സിനിമയിൽ ഒരു IC കൃത്യമായി പ്രവർത്തിച്ചോ എന്ന സംശയമൊക്കെ ചിലർ ഉന്നയിച്ചു കേട്ടിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ വിൻസി അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണല്ലോ ആ സിനിമയുടെ ഒരു സംശയമില്ല, കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. ഡെഫിനറ്റ്ലി എനിക്ക് പരാതി ആ ഒരു വ്യക്തിയിൽ മാത്രമാണെന്ന് ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പരാതിയിലും ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. IC ഇതിലെ സിനിമയിലെ IC എന്നോട് വ്യക്തമായി പരാതിയുണ്ടോ എന്ന് അന്വേഷിക്കുകയും എന്നോട് ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നും പരാതി നൽകാമെന്ന് എന്നോട് ഇങ്ങോട്ട് പറയുകയും ചെയ്തൊരു IC ആണ് എൻ്റെ സിനിമയുടെ IC. അതിൽ ഒരാൾക്കൊരു ഡൗട്ടില്ല. ഞാൻ അങ്ങനെ പോലീസ് നടപടികൾ ആഗ്രഹിക്കുന്നില്ല. നമുക്കുണ്ടായ പ്രശ്നം IC എന്ന നിലയ്ക്ക് അവരെ അറിയിക്കുന്നു, അവരെടുക്കുന്ന ആ തീരുമാനത്തിൽ ഓക്കെ എന്ന് തന്നെയായിരുന്നു. ICനെ അറിയിച്ചിരുന്ന അവരെടുക്കുന്ന തീരുമാനത്തിലെന്നല്ല, അവരെന്നോടാണ് ചോദിച്ചത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, വിൻസ് പറഞ്ഞോളൂ പരാതി നൽകണോ എന്ന് എന്നോടാണ് ചോദിച്ചത്. ആൻഡ് ഞാൻ വ്യക്തമായ എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല, എൻ്റെ ഐഡിയോളജി ഉണ്ടാവില്ല പരാതി നൽകണോ നൽകണ്ടേ എന്നുള്ളത്. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ പരാതി നൽകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയത്. ICയിലോട്ട് പരാതി നൽകണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയത്. IC എന്ന് പറയുന്നത് പരാതിപ്പെടാൻ മാത്രമുള്ളതല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സംസാരിക്കാനും സംസാരിച്ച് നമ്മളെ കംഫർട്ട് ആക്കാനും കൂടി ഉള്ളതാണ്. അതൊക്കെ അവർ കൃത്യമായി ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു സിനിമാ സെറ്റിലെ കുറിച്ച്, അതിലെ സഹപ്രവർത്തകരെ കുറിച്ച്, അതിലെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയെ കുറിച്ച് ഒക്കെ വളരെ വലിയ മതിപ്പാണ്
വിൻസിക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിനപ്പുറം നിൽക്കുന്ന പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ സംഘടനകൾ, അതുപോലെ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലൊരാൾ വെളിപ്പെടുത്തൽ നടത്തുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിലാണെങ്കിൽ പോലും അത് ഇപ്പോൾ വിൻസിയോട് കാര്യങ്ങൾ അന്വേഷിക്കാം, പോലീസിനോ അല്ലെങ്കിൽ എക്സൈസിനോ ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കാം. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുക, ഇങ്ങനെ മൊത്തത്തിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് നേരത്തെ പറഞ്ഞതുപോലെ അന്തസ്സോടെ ഈ ജോലി ചെയ്യുന്നതിന് ആവശ്യം എന്നാണ് വിൻസിക്ക് ഇപ്പോൾ തോന്നുന്നത്? എനിക്കിപ്പോൾ തോന്നുന്നത് സംഘടനകളോടാണ് എനിക്ക് പറയാനുള്ളത്. അവരെ വിശ്വസിച്ച്, സംഘടനകളായിക്കോട്ടെ നിയമമായിക്കോട്ടെ, അവരെ വിശ്വസിച്ച് ഒരു പരാതിക്കാരി പരാതി നൽകുമ്പോൾ ആ പരാതിയുടെ ഒരു പ്രൈവസി എന്ന് പറയുന്നത് കീപ്പപ്പ് ചെയ്യാനുള്ള മാന്യത സംഘടനകളിലെ നേതാക്കന്മാരും മെമ്പേഴ്സും കാണിക്കണം. ഒരാൾ കാരണം ഒരു സംഘടന മൊത്തമാണ് മോശപ്പേര് കിട്ടുന്നത് എന്ന് ഞാൻ വ്യക്തമാക്കുന്നു. സോ ആദ്യപ്പോൾ സംഘടനകളാണ് ഇനിയിപ്പോൾ നന്നാവേണ്ടത്. അപ്പം ഇതിനൊരു ധാരണയായി എത്തുമ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. എനിക്കത് എൻ്റെ മൈൻഡ് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഓൾറെഡി ഇരിക്കുന്നത്. ബിക്കോസ് എൻ്റെ വ്യക്തമായ നിലപാടായിരുന്നു ഒരു പരാതി കൊടുക്കുന്നില്ല, പരാതി കൊടുത്താൽ എനിക്കറിയാം ഇത് ചർച്ചാ വിഷയമാകുമെന്നുള്ളത്. പക്ഷേ ഈ സിനിമയുടെ പേര് അത്രയും പുറത്തു വരരുത്, സിനിമയ്ക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവരുതെന്ന് അത്രയും ഞാൻ നമ്മളായിട്ട് പേര് പുറത്ത് പറയരുതെന്നും ആ നടൻ്റെ പേര് പുറത്ത് പറയരുതെന്നും നമ്മളായിട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ ഇട്ടുകൊടുക്കുന്നത്, ഈ പേരുകൾ കൊടുക്കുന്നത് പൊതുസമൂഹത്തിനാണ്. അതിൽ പല തരത്തിലുള്ള വ്യക്തികളുണ്ട്. അതിനെ ഇട്ട് ആ ഒരു നടൻ്റെ പേര് മോശമായി കഴിഞ്ഞാൽ ആ നടനുണ്ടാവുന്ന കാര്യങ്ങൾ അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരാൾ ആ നടൻ്റെ പേരിൽ ആ സിനിമയെ, ഞാൻ പറഞ്ഞില്ല എത്ര മതിപ്പുണ്ട് എനിക്ക് ആ സിനിമ പേരിൽ നിന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ സിനിമയെ ഏറ്റെടുക്കാൻ ആര് വരും? ഒരു OTT തയ്യാറാവുമോ? തയ്യാറാവില്ല. ഒരു ബിസിനസ്. അങ്ങനെ മുന്നേയും കുറേ സിനിമകൾക്ക് അനുഭവം ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ വ്യക്തമായിട്ട് ഈ പേരുകൾ, സിനിമയുടെ പേരോ ഇയാളുടെ പേരോ പൊതുസമൂഹത്തിനോ മാധ്യമത്തിനോ ഞാൻ കൊടുക്കരുത് എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞത്. അത് തെറ്റിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? ഏത് സംഘടനയെ വിശ്വസിക്കും? എനിക്കറിയില്ല. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, പ്രത്യേകിച്ചും ലഹരി ഉപയോഗം അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം, അതുപോലെ തന്നെ നിയന്ത്രണം, അച്ചടക്കം ഒക്കെ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ആഴ്ച പോലും ചില സംഘടനകൾ പരസ്യമായിട്ട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതാണ്. അത്തരത്തിലുള്ള സംരക്ഷണവും സുരക്ഷിതത്വവും ഈ സംഘടനകളുടെ ഇടപെടലൂടെ കൊണ്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും സിനിമാ സെറ്റിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് രാവിലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പെർട്ടിക്കുലർ വ്യക്തിനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഈ പേര് വെളിപ്പെടുത്തിയിട്ടുള്ള വ്യക്തിനെ, അവരുടെ സംഘടനയെ ഞാൻ വിശ്വസിക്കില്ല എന്ന് ഞാൻ പരസ്യമായി വ്യക്തമാക്കുന്നു. ആൻഡ് വേറെ 2 സംഘടനകൾ കൂടി ഞാൻ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അവർ ആ ലെറ്ററിൽ ഞാൻ എഴുതിയ പ്രസ്താവനകളും എൻ്റെ അഭ്യർത്ഥനകളും മാനിക്കുമെന്നുള്ള വിശ്വാസം ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്. വിൻസി, ഈ ഫിലിം ചേംബറിൽ നിന്ന് കൃത്യമായി ആരൊക്കെയാണ് ഇപ്പൊ ഗ്രൂപ്പ് കോളിൽ വന്ന് സംസാരിച്ചു എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്? ആരൊക്കെയാണ് വിൻസിയോട് ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നത്? അവരെല്ലാവരും ഒരുപോലെ വിൻസി മുന്നോട്ട് വെച്ച് ഈ കൺസേണെ അംഗീകരിച്ചുകൊണ്ട് തന്നെയല്ലേ വിൻസിയെ കേട്ടത്? ഞാൻ ആദ്യം ഫിലിം ചേംബർ റാണി മാം ആണ് വിളിച്ചത്. എനിക്ക് അവരോട് ഇപ്പോഴും റെസ്പെക്റ്റ് ഉണ്ട്. റാണി മാം, സജിത മഠത്തിൽ മാം, ഇവർ വിളിച്ചിട്ടാണ് സജി നന്ദ്യാത്ത് എന്ന് പറയുന്ന സാറിൻ്റെ അടുക്കെ സംസാരിക്കുന്നത്. അത്രയും പ്രൈവസി കീപ്പ് ചെയ്യും. എൻ്റെ പേരും പുറത്തു പറയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ പേരും ഉണ്ടാവില്ല. അവരിൽ നിന്ന് തന്നെയാണ് കേട്ടത് ഈ സിനിമയിൽ IC ഉണ്ട് എന്ന കാര്യത്തെ കുറിച്ച് നടിക്ക് തന്നെ കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നു. സംശയം പറയുക, അതാണ് ഞാനും അത്ഭുതത്തോടെ കേട്ടത് വിൻസി ഇത് പറയുമ്പോൾ. അവരാ പരാതി വായിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്കിപ്പോൾ ഡൗട്ട്. ഞാൻ ഇന്നലെ അയച്ച പരാതി അവരിപ്പോൾ കൃത്യമായി വായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഡൗട്ട്. ഞാനതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ICയിൽ നിന്നുമുള്ള മെമ്പർ പേര് വെച്ച് എന്നോട് ചോദിച്ചറിയുകയും ഞാനായിട്ടാണ് പരാതി കൊടുക്കാതിരുന്നതെന്നുള്ളത് വ്യക്തമായി എഴുതിയിട്ടും അവരപ്പോൾ അത് വായിച്ചില്ലേ? മീഡിയയ്ക്ക് മുന്നിൽ ഓരോന്ന് തുറന്നു പറയുമ്പോൾ അതിൽ വ്യക്തതയില്ലാതെ ഒരു മീഡിയയ്ക്ക് മുന്നിലോ പൊതുസമൂഹത്തിന്റെ മുന്നിലോ പറയാൻ നിന്നാൽ
സിനിമാ മേഖലയിൽ സംഘടനകൾ, ചില വ്യക്തികൾ, അവർക്കൊക്കെയുള്ള സ്വാധീനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വാധീനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ വിൻസിയുടെ അനുഭവത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ സംഘടനകളിൽ നിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവം ഇപ്പോൾ ഉണ്ടായി. വിൻസിക്ക് ഇങ്ങനെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവം ഉണ്ടായി. വിൻസി എന്ത് പറഞ്ഞോ അതിന് നേരെ വിപരീതമായ പ്രതികരണം സംഘടനയിൽ നിന്നുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ടോ വിൻസിക്ക്? ഡെഫിനറ്റ്ലി ഇവരൊക്കെയാണ് പിന്തുണയുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഞാൻ എന്ത് വിശ്വസിക്കാനാണ്? ഇവർ ഇന്നലെ പറഞ്ഞതാണ് പ്രൈവസി കീപ്പ് ചെയ്യാം എന്നുള്ളത്. ആ ലെറ്ററിന്റെ പ്രൈവസി കീപ്പ് ചെയ്യും, ആ പേരും വ്യക്തമാക്കില്ല. ഇന്നലെ പറഞ്ഞവര് ഇന്ന് അത് തിരുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പിന്തുണയ്ക്കുന്നവർ നാളെ ഉണ്ടാവില്ല എന്നുള്ളതിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എനിക്കൊരു മടിയില്ല. ഒറ്റയ്ക്ക് ഞാൻ ഇവരാരും വിശ്വസിക്കാനും നിൽക്കുന്നില്ല. അവസരങ്ങൾ ആർക്കെങ്കിലും തരാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ അത് ഓക്കെയാണെങ്കിൽ ഞാൻ സിനിമ ചെയ്യും. അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഞാൻ ഒന്നിലേക്കും ഇല്ല. എനിക്ക് ജീവിതമുണ്ട്, എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, എനിക്ക് വേറെ പലതും മുന്നോട്ട് പോകാനുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. നടി രഞ്ജിനി നേരത്തെ നമ്മളോട് ഈ വാർത്തയിൽ പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഈ പരാതി കൊടുത്തയാൾ പ്രതിസന്ധിയിലായി പോകും. ആർക്കെതിരെയാണ് അല്ലെങ്കിൽ ആരാണ് കുറ്റവാളി എന്ന നിലയ്ക്ക് നിൽക്കുന്നത് അവർക്ക് ഒരു കുഴപ്പമില്ലാതെ സിനിമയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് രഞ്ജിനി പറഞ്ഞത്. ഇപ്പോൾ ആ പേരൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ആശങ്ക സ്വാഭാവികം ആളുകൾക്ക് പോലും ഉണ്ടാകും. വിൻസി അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം നമുക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. സിനിമ എന്നൊരു സ്വപ്നവുമായി നിൽക്കുന്നു, അതിൽ ഇങ്ങനെ ഒരു സങ്കടകരമായ അനുഭവം ഉണ്ടാകുമ്പോൾ മുന്നോട്ട് എന്ത് എന്നൊരു ചോദ്യം ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ അതിനെ കെയർ ചെയ്യുന്ന തരത്തിൽ ആരെങ്കിലും വിൻസിയോട് സംസാരിച്ചോ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഈ വ്യക്തിയുടെ പേര്, ഇദ്ദേഹത്തിന്റെ പേര് തുറന്നു പറഞ്ഞാൽ ആദ്യം ഹീറോ ആവാൻ പോകുന്ന, പൊതുസമൂഹത്തിന്റെ ഹീറോ ആവാൻ പോകുന്ന ഞാനായിരിക്കും, അല്ലേ? അവിടെ എന്തിനാണ് ഇദ്ദേഹം ഇത് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അലട്ടലാണ്. എനിക്ക് ഒട്ടും മനസ്സിലാവണില്ല. ഞാൻ പോലും അദ്ദേഹത്തിന്റെ പേര് പറയാതെ ഒത്തിരി വിഷമം ഫീൽ ചെയ്യുന്നു. ഞാൻ പോലും അദ്ദേഹത്തിന്റെ പേര് പറയാതെ ആ പ്രൈവസി കീപ്പ് ചെയ്താണ്. വിൻസി എലൂഷ്യസ്, എന്തായാലും ഇന്ന് വാർത്താ സമയങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ സംഭവം തന്നെയാണത്. ഈ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഓടിപ്പോയതിൻ്റെ ഒരു നാടകീയത കൊണ്ടുകൂടിയാണല്ലോ സത്യത്തിൽ ഇത് ഇത്രയും നേരം ഈ വാർത്തകളിലേക്ക് നിറഞ്ഞു നിൽക്കാനുള്ള കാരണം ഭയന്ന് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം എന്തിനും ഉണ്ടാകുന്നു എന്നാണ്. വിൻസിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇനിയും പ്രോജക്റ്റുകളൊക്കെ ഒരുപാട് വരാനുണ്ട്. വിൻസിയാണ് ആദ്യം ആ വീഡിയോയിൽ പറയുന്നത് ഇത്തരക്കാരുമായി ഇനി മുന്നോട്ട് അഭിനയിക്കാൻ താനില്ല എന്ന്. അതിനുശേഷമാണ് ശ്രുതി രജനീകാന്ത് വിൻസിക്ക് പിന്തുണയുമായി എത്തുന്നു. സ്വാസികയുടെ പ്രതികരണമൊക്കെ വരികയുണ്ടായി. അപ്പോൾ ഇതിനു മുൻപ് ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും വിൻസിയോട് ഈ കാര്യങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ടോ? ഇത് തുറന്നു പറയാൻ ഞങ്ങൾ എന്തുകൊണ്ട് മടിച്ചു എന്ന നിലയ്ക്ക് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ആരെങ്കിലുമായിട്ട് വിൻസി നടത്തിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് സിനിമകളിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ കൊള്ളാണ്. ആൻഡ് ഈ സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സഹപ്രവർത്തക കൂടെ അദ്ദേഹത്തിന് ആ കുട്ടിക്കും ഇതുപോലെ ഉണ്ടായപ്പോൾ തുറന്ന് പറയാനുള്ളൊരു ഫിയർ ഉണ്ട്. ഈ സിനിമയെ എങ്ങനെ ബാധിക്കും? അത് സിനിമാക്കാരും നമ്മളോട് മോശമായി പെരുമാറുന്നില്ല. അതായത് ഈ വ്യക്തി ഒഴികെ ബാക്കി ആരും നമ്മളോട് മോശമായി പെരുമാറുന്നില്ല. അപ്പോൾ ഈ സിനിമയുടെ പേരിനെ നമ്മൾ ഡാമേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഫിയർ കൊണ്ട് പരാതിപ്പെടാതിരുന്നിട്ടുണ്ട്. എങ്കിലും ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള വിഷമം അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും പരാതിപ്പെടാൻ ഉള്ളൊരു ഫിയർ ഓഫ് ഡാമേജിങ് ദ നെയിം ഓഫ് ദിസ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. സോ ഒരു വ്യക്തി പരാതിപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ പലതായിരിക്കും. ഒരു ഫിയർ ആയിരിക്കും. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഈ നടനുമെതിരെ അല്ലെങ്കിൽ ഈ നടിക്കെതിരെ ഞാനൊരു പരാതി കൊടുത്താൽ ആരെന്നെ കേൾക്കും എന്നുള്ളൊരു ഫിയർ ആയിരിക്കും. അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ആയിരിക്കും. എനിക്കും മുൻകാലത്തും പരാതി എന്നല്ല, നമുക്ക് ആ ഒരു ഹയർ വിഷൻ അബൌട്ട് എ പേഴ്സൺ ഉണ്ടായിരുന്നു. അപ്പം പല കാരണങ്ങളായിരിക്കും. ഇപ്പോൾ ഇനിയൊരു പരാതിപ്പെടുമ്പോൾ ഞാൻ പറയട്ടെ, എനിക്കൊരു പ്രശ്നം വന്നു, ഞാനിനി പരാതി എന്ന് പറഞ്ഞൊരു സാധനമായിട്ട് എവിടേക്കും പോവില്ല. അതെനിക്ക് വ്യക്തമാണ്. ഒരു പരാതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ നിലപാടുകൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമെന്നല്ലാതെ എവിടേക്കും പോവില്ല എന്നുള്ളത് അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാനൊരു സ്ട്രോങ് ആയി നിലപ്പെടുത്തും, അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു 100 പേര് ആരും ഈ സംഘടനകളെ വിശ്വസിക്കാൻ പോകുന്നില്ല.
ഒരാൾ കാരണം, ഒരൊറ്റൊരാൾ കാരണം മൊത്തം സംഘടനകളെയും ബാധിക്കും, ആ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പം ആരും പ്രതികരിക്കുക. ആദ്യം ഈ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരാദ്യം നന്നാവട്ടെ, എന്നിട്ട് പ്രജകളെ നന്നാക്കാം. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നോ എക്സൈസിന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും രീതിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും? നിയമപരമായി അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്നുണ്ടോ ഇപ്പോൾ വിൻസി? നിയമപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാനത് ചെയ്യത്തുമില്ല. ഇനി ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞ വാക്കുമായിട്ട് ഞാൻ ആരുടെ അടുത്തേക്കും പോകത്തില്ല. കിട്ടി ബോധിച്ചു. ആൻഡ് സെക്കൻഡ് തിങ്, അവര് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈന്റ് ഒന്നും എഴുതി കൊടുക്കാതെ ഞാൻ അവർക്ക് വേണ്ട എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ മൊഴി നൽകും. ദാറ്റ്സ് ഇറ്റ്. വിൻസി ഇപ്പോൾ പറഞ്ഞത് വളരെ ഒരു സങ്കടകരമായ, നിർഭാഗ്യകരമായ അവസ്ഥയാണ്. കാരണം ഇങ്ങനെ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ സംഘടനയുടെ ഒരു പ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അനുഭവം. ഞാനൊരു റിക്വസ്റ്റ് ഇപ്പം നിങ്ങൾ പറഞ്ഞു എല്ലാ മീഡിയാസും, ഇത് കാണുന്ന മീഡിയാസ് ഉണ്ടെങ്കിലും ആരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഞാനൊരു വ്യക്തമായിട്ടുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇയാളുടെ പേര് ഇപ്പം എല്ലാവരും വ്യക്തമാക്കി എന്ന് പറയുന്നു. ഇയാളുടെ പേര് കാരണം നിങ്ങൾ ആ സിനിമയെ ഒന്നും അല്ലാതാക്കരുത്. ആൻഡ് യെസ്, അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡ് ഫോർ ദറ്റ് സിനിമ. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ സിനിമ സെറ്റ് അത്രയും നല്ലതായിരുന്നു. വിൻസി, ഓക്കെ വിൻസി, മനസ്സിലായി. വിൻസിയുടെ വൈകാരികമായ അനുഭവം നമുക്ക് ഉൾക്കൊള്ളാവുന്നേ ഉള്ളൂ. ശരി, ഫ്രെയിം കട്ട് ചെയ്തോളൂ.